ഫൈനലി എൻഗേജ്മെന്റ് ആയി കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. എന്താ പറയുക, നമുക്ക് രണ്ടുപേർക്കും എന്താ ഭയങ്കര ഡ്രീമായിരുന്നു. ഞങ്ങൾ രണ്ടും ഡിഫറെന്റ് റിലീജിയനിലുള്ള ആൾക്കാരാണ്. സെബിൻ ഇസ് എ ക്രിസ്ത്യൻ, ഐ എം എ ഹിന്ദു. അപ്പം ഞങ്ങളൊരു ഭയങ്കര പ്രിവിലേജ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എന്താ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് മൂവ് എന്ന് പറയാം എൻഗേജ്മെന്റ്. Every time I walk past your house in the rain, and I tell myself that you were the biggest mistake. And just when I think I'm finally doing okay, that's when I remember. 4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞങ്ങൾ ഡാൻസേഴ്സ് ആണ്. അപ്പം കോവിഡ് സമയത്ത് വെറുതെ വീട്ടിലിരിക്കേണ്ടെന്ന് വിചാരിച്ച് വി സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ. അപ്പം അതിൽ ഒരു കുട്ടിയുടെ ബ്രദറാണ് മൂപ്പര്. അതെ, അപ്പൊ ഞാൻ ആ കുട്ടിയുടെ ചേട്ടനെയാണ് വളച്ചെടുത്തത് ഇപ്പൊ നാട്ടുകാരൊക്കെ പറയാറ്. എന്താ പറയാ, ഇൻഫാക്ച്വേഷൻ ആയി. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി മിങ്കിളാവാൻ തുടങ്ങി. പിന്നെ നോട്ടവും നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ കുറച്ചൊരു എന്തോ ഒരു വശപശപ്പ് ഉണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി. 1-2 മാസം അങ്ങനെ പോയി. പിന്നെ സെബിൻ അറ്റ്ലീസ്റ്റ് അവസാനം എൻ്റെ അടുത്ത് അങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞു. Your house in the rain, and I tell myself that you were the biggest mistake. And just when I think I'm finally doing okay, that's when I remember that I'm missing you. I'm missing them. That's when I remember. It's only when I'm lying in bed on my own and I wake up and I don't see your name on my phone. രഞ്ജുവിനെ കൂടുതലും നമ്മൾ എല്ലാവരും ക്ലോസ് ആയത്. നമ്മളൊരു 5 പേരുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് മനസ്സിലായോ നമ്മളൊക്കെ പൊട്ടന്മാര്. പ്രത്യേകത ഡ്രോപ്പും പിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് വിദഗ്ധമായി ഡിറ്റക്റ്റീവ് കളിച്ച് അത് പൊക്കിയത് ഞാനാണ്. ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ പേരൻസിനും നമ്മുടെ ഫ്രണ്ട്സിനുമാണ്. ഈ പിടിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ റിലേഷനിലായി ഒരു 1-2 ആഴ്ചക്കകം എൻ്റെ അമ്മ പൊക്കി. അതും പൊക്കിയത് വാട്സപ്പ് ചാറ്റ്, ഒന്നും പറയാനില്ല. വാട്സപ്പ് ചാറ്റ് പൊക്കി. പിന്നെ ആകെ സീനായി. ആരും അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കണ്ടൊക്കെ അങ്ങനെ ഇത്രയും വർഷം പോയി. മിക്സ്ഡ് ജേർണി ആയിരുന്നു. ഹാപ്പിനെസ്, സങ്കടം, വഴക്കുകള്, ക്ഷമകള്, ഫൊർഗീവ്നെസ്, എല്ലാം റെസ്പെക്ട് എല്ലാം കൂടി ഉണ്ടായ റിലേഷൻഷിപ്പാണ്. അപ്പൊ എന്തായാലും അടുത്ത കല്യാണ ദിവസം നമുക്ക് ജോളിയാക്കാം. Thinking about that. So വെരി ഫ്രാങ്ക്ലി ആഫ്റ്റർ ഈ ഒരു ഫ്രണ്ട് സോണൊക്കെ വന്ന് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് ആയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹീ ചേഞ്ച്ഡ് എ ലോട്ട്. സോ ഇന്നിപ്പോൾ ഈ ഒരു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, സെബിന്റെയും രഞ്ജുവിന്റെയും ഡ്രീമിലോട്ട് എത്തി. അല്ല, വെറുതെ ഒരു ഡിസിഷൻ അല്ലോ ആ കല്യാണം കഴിക്കാം, അങ്ങനെയല്ലല്ലോ. അപ്പം മനസ്സിലാക്കി. അപ്പം അവിടെ സുന്ദറിനും അതൊരു പ്രൂവ് ചെയ്യാൻ പറ്റി. ബിക്കോസ് ദേ വെർ ഇൻ റൈറ്റ് റിലേഷൻഷിപ്പ്. പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല.